നിൽക്കുന്ന ആ പെണ്ണിന്റെ എന്താ പറഞ്ഞ വരുമോനെ? എന്താ അമ്മാവാ, സുഖമാണോ? സുഖമാണ് കുഞ്ഞെ. നമസ്കാരം. 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 അതിരങ്കാവ് മേലേടത്ത് വീട്ടിൽ നമ്മുടെ കൊമ്പനും ചെമ്പനാട് മുകുന്ദന്റെ മകൾ പാർവതിയും നമ്മുടെ നാട്ടുനടപ്പ് പ്രകാരം സഭയുടെ തീരുമാനമനുസരിച്ച് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. നേരം നോക്കി താലി കെട്ടണം. എന്താ മുകുന്ദ, മേളത്തോടെ താലി കെട്ട് തുടങ്ങാമല്ലേ? ഒരു മുഖ്യ അതിഥി വരാനുണ്ട്. 2 മിനിറ്റ്. ഇപ്പൊ വന്നേക്കൊന്നേ. ചേട്ടാ, എന്താ അമ്മ എവിടാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ. കണ്ടവന്മാർക്ക് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. മോഹൻ ചേട്ടാ, വേഗം നാസരം വായിച്ച് കുറവിടാൻ പറ. തുടങ്ങാൻ നോക്ക്. മേളം തുടങ്ങ. നോക്കി നിൽക്കാതെ കുറവിടാ. പിടിക്ക. നമസ്കാരം മുകുന്ദ. നമസ്കാരം. ഒരു പ്രധാന കേസുണ്ടായിരുന്നു, അതാ വൈകില്ല. വരൂ. നീയോ? നിങ്ങളോ? ഇയാൾക്കൊരു തേരാളി ഉണ്ടായിരുന്നല്ലോ. നമസ്കാരം അങ്ങൂന്നേ. മുകുന്ദ, ഇവനെപ്പോഴും കോടതി കയറി ഇറങ്ങുന്നവനാ. അതറിയില്ലായിരുന്നു എനിക്ക്. എന്തിനാ മുഖം മാടുന്നേ? കോടതി വരുന്നവനെല്ലാം കൊലപാതകിയല്ല, ഒതുങ്ങി നടക്കുന്നവൻ നല്ലവനാകണമെന്നില്ല. ഇവനെ പോലൊരു മരുമകന് നിന്നെ പോലൊരു അമ്മായപ്പൻ തന്നെയാ നല്ലത്. എടോ മണവാളാ, നിനക്കൊക്കെ പെണ്ണ് കെട്ടിച്ചു തന്നതിന് വന്ന് മുകുന്ദന്റെ കാല് തൊട്ട് വന്നിക്ക്. എടോ, വന്ന് ആശീർവാദം വാങ്ങിക്കാൻ. സാറേ, ഈ കൊമ്പം പെറ്റമ്മയുടെ കാലിലല്ലാതെ വേറെ ആരുടെയും കാല് വീഴില്ല. ദേ നോക്ക്, അമ്മയുടെ അനുഗ്രഹം വാങ്ങ. വരുമോളെ. ദേ ഇങ്ങോട്ട് നോക്ക്. എന്താ മോളെ ഇത്? എന്തോ കാണാത്തത് കണ്ടതുപോലെ നോക്കുന്നേ. ഇതെല്ലാം തന്നെ മോക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയതാ. 1.5 ലക്ഷം രൂപ ചെലവാക്കി ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാ. എന്തിനാണ് ഇങ്ങനെ കാശ് വാരിക്കോരി കളയുന്നെന്ന് ചോദിച്ചപ്പോ എന്നെ വിശ്വസിച്ച് വരുന്നവൾ ഒന്നിനും ബുദ്ധിമുട്ടാൻ പാടില്ലെന്ന്. എന്റെ ഭർത്താവ് എനിക്ക് തരാത്ത ഭാഗ്യങ്ങളൊക്കെ നിന്റെ ഭർത്താവ് നിനക്ക് തരുന്നുണ്ട് മോളെ. ഇതൊക്കെ ഞാനെന്തിനാ മോളോട് പറയുന്നെന്ന് വെച്ചാ, രാവിലെ നിങ്ങളുടെ മുഹൂർത്ത സമയത്ത് നിന്റെ അച്ഛനോട് അപമര്യാദയായിട്ട് അവൻ പെരുമാറിയില്ലേ? കപടമില്ലാത്ത പിഞ്ച് ഹൃദയമാണ് മോളെ എന്റെ മോന്. കൂട്ടുകെട്ടിന്ന് അവൻ സ്വയം പിന്മാറിയാ വളരെ നല്ലതാ. അവന്റെ ജീവിതം അല്ലെങ്കിൽ പാഴായി പോകും. അവനെ കുറിച്ച് ഓർത്താ മോളെ ഞാൻ നേറിപ്പോകുന്നേ. എന്റെ മോളും അവന്റെ സ്വഭാവം ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. അല്ല മരുമോനെ, ഓരോരുത്തന്മാര് കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൽ നിൽക്കാതെ അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും പോകും. നീ എന്താ ഈ അതിരങ്കാവിൽ തന്നെ അങ്ങ് കുടിയേറിയത്? കൊമ്പ, ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് പെറ്റ തലയുടെ കാലല്ലാതെ വേറൊരുത്തിന്റെ കാല വീട്ടിൽ നീ ആ മുകുന്ദനോട് വിളിച്ചു പറഞ്ഞില്ലേ? അവിടെയാണ് നിന്റെ വില ഈ നാടിന് മനസ്സിലായത്. അതല്ല മോഹൻ ചേട്ടാ, ചേട്ടൻ പോയി പെണ്ണ് ചോദിച്ചപ്പോൾ തരില്ലെന്ന് പറഞ്ഞിരുന്നേ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ നാട്ടുകാർ മുഴുവൻ പോയി പെണ്ണ് ചോദിച്ചിട്ട് തരത്തില്ലെന്ന് പറഞ്ഞു കണ്ടില്ലേ? അതാ എനിക്ക് ദേഷ്യം വന്ന്. നല്ലൊരു പെണ്ണിന് ജന്മം നൽകിയോണ്ടാ, അല്ലെങ്കിലുണ്ടായിരുന്നല്ലോ ഞാൻ നാണം കെടുത്തി കളഞ്ഞനെ. എന്നെ സംബന്ധിച്ചിടത്തോളം പെറ്റ അമ്മയും പിറന്ന മണ്ണിനെയും തെറ്റായിട്ട് പറയുന്നവൻ ആരാണെങ്കിലും ഞാൻ അവനെ വിടത്തില്ല. മരുമോനെ, അങ്ങനെ നിനക്ക് ഈ അതിരങ്കാവ് എന്താ ചെയ്തേ? ഇത് ഞാൻ പറഞ്ഞതല്ല, നിന്റെ ചേട്ടൻ മണികണ്ഠൻ പറഞ്ഞതാ. ദേ നോക്കമ്മാവ, നമ്മുടെ നാടിനു വേണ്ടി നമ്മൾ ജീവിക്കുന്ന കടമയാ. നാട്ടുകാരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് വരില്ലേ? അതാണ് അഭിമാനം. വന്നില്ലേ എന്റെ നാട്ടുകാർ മുഴുവൻ എനിക്ക് വേണ്ടി പെണ്ണ് ചോദിക്കാൻ വന്നില്ലേ? ഇതല്ലാതെ വേറെന്താ വേണ്ട എനിക്ക്? മരുമോനെ, നമ്മുടെ മണികണ്ഠനെ വിളിക്കുന്നേ. ഇത് വെറുതെ ആവശ്യമില്ലാതെ. എന്താ ചേട്ടാ? അതെ, നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? കവലയില. കള്ളു കുടിക്കാനോ? എന്നാൽ അവന്മാരം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോ. എടാ, ഇന്നത്തെ ദിവസം എന്താണെന്ന് നിനക്കറിയാവോ? ഉറങ്ങിയോ? ഉറങ്ങിടാ, ഉറങ്ങി. ഇപ്പൊ വരാം. ഇന്നലെ രാത്രി
പാർവതി, ആ സോപ്പ് എടുത്തോണ്ട് വാ. പാർവതി, ആ സോപ്പ് എടുത്തോണ്ട് വരാൻ. ആ, കാണാൻ പറ്റുന്നുണ്ട്. ഇവളിത് എന്ത് ചെയ്തോണ്ടിരിക്കുവോ? പാർവതി, ഇങ്ങോട്ട് കിടന്നു നോക്കാം. ആ, ഇപ്പോഴും കാണാം. മോളെ പാർവതി, മരുമോൻ ആട്ടിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്, സൂപ്പ് വെച്ച് കൊടുക്ക്. എന്താ ഇവനിങ്ങനെ വല്ലാതെ പോകുന്നത്? ഓഹോ, ഇതാണോ കാര്യം? മോളെ ഇങ്ങ് വാ, ഇങ്ങ് വരാൻ. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നേ? പാർവതി, പെമ്പിള്ളാരെ സ്വന്തം അച്ഛന്റെ മുഖം കാണുന്നതിന് മുമ്പ് രാവിലെ ഭർത്താവിന്റെ മുഖം കാണുകയാണെങ്കിൽ ആ പെണ്ണിന്റെ അച്ഛന്റെ ആയുസ് കൂടും. ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല, എന്റെ അമ്മ പറഞ്ഞതാ. പാർവതി, പെമ്പിള്ളാർക്ക് സ്വന്തം അച്ഛനെന്ന് പറയുന്നതേ തിരുനെറ്റിയാ. ഭർത്താവ് നെറുകെ തൊടുന്ന പൊട്ടും എത്ര വലിയ നെറ്റിയായാലും ആ ചെറിയ പൊട്ട് കുത്തുമ്പോഴല്ലേ മുഖത്തിന് ഭംഗിയുള്ളൂ. ആദ്യം ഭർത്താവിനെ ശ്രദ്ധിക്കേ, പിന്നെ അച്ഛനെ ശ്രദ്ധിക്കാവുന്നേ. കേട്ടോ മോളെ? കണ്ടില്ലേ അമ്മാവ, എന്റെ വീട്ടിൽ എന്റെ ഫോട്ടോ വെക്കാനായിട്ട് അയാൾ സ്ഥലം കാണിച്ചു കൊടുക്കുക. എന്തൊരു അന്യായമാ നോക്ക്. ശരി, വീട് മരുമോനെ. മല കയറണമെങ്കിൽ അമ്മായിയപ്പന്റെ ദയ വേണമെന്നൊരു ചൊല്ലുണ്ടേ. ഈ പറഞ്ഞത് അമ്മാവൻ തന്നെ അങ്ങ് ചേർത്തതാ അല്ലേ? കേൾക്കാൻ കൊള്ളാം. മല കയറണമെങ്കിൽ അമ്മായിയപ്പന്റെ ദയ വേണമെന്നല്ലേ പറഞ്ഞത്? മരുമകന്റെ ദയ വേണമെന്ന് ഒരുത്തിനും പറഞ്ഞില്ലല്ലേ? മരുമോന്റെ ദയ വേണമെന്നോ? അവസരത്തിനൊത്ത് നീ ഇങ്ങനെ ഓരോരോ കഥകൾ പറയുന്നുണ്ടല്ലോ. ഇന്നലെ രാത്രി നീ കണ്ട നെക്ലേസ് അല്ലേടാ ഇത്? ആദ്യ രാത്രി തന്നെ സ്വന്തം പങ്കാളിയുടെ നെക്ലേസ് അടിച്ചു മാറ്റി. കൂട്ടു നിന്നാൽ അവസാനം എനിക്ക് ഈ ഗതി ആകൂടാ. നീ എടുത്തു തന്നാ ഞാനത് സൂക്ഷിക്കണം അല്ലേടാ? കള്ളൻ എന്ന് പേരും എനിക്ക്. അതൊക്കെ വിട്ടേക്ക് അമ്മാവ. ഇപ്പൊ നിനക്ക് അമ്മാവന്റെ ദയ വേണോ അല്ലേടാ? അതും നിന്റെ അമ്മയുടെ ഒരേ ഒരു ആങ്ങളുടെ ദയവ്. അത് പറഞ്ഞു കഴിഞ്ഞില്ലേ, അതങ്ങ് വിട്ടേക്ക്. മരുമോനെ, അങ്ങോട്ട് നോക്കി. അങ്ങോട്ട് നോക്കടാ. നെറ്റിക്കിട്ട് തന്നെ ആ പെണ്ണ് കുത്തു മേടിക്കുന്നത്. പാർവതി, എല്ലാം തീർന്നു. എന്താ പാർവതി പൊതച്ചുമുടി കിടക്കുന്നേ? എനിക്കെന്തോ പനി പോലെ, കുളിരുണ്ട്. പനി വരാൻ പോകുന്നല്ല, പനി തന്നെയാ. പച്ച കുത്തിയ പനിയല്ലാതെ പിന്നെ വേറെന്താ വരിക? നിന്റെ അച്ഛൻ പഴയ കാലത്തെ ആളാ. നെറ്റിന്നും പൊട്ടുന്നു ഒക്കെ പറഞ്ഞു. നിനക്ക് വിവരമില്ലേ? ഈ കാലത്ത് പോയി പച്ച കുത്തിയേക്കുന്നു, അതും നെറ്റിയില്. പിന്നെ അച്ഛനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. അച്ഛൻ എന്താ എന്നോട് പറയുന്നോ അതേ ഞാൻ ചെയ്യൂ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അച്ഛൻ. അതേടി, 3.5 ടണ്ണുള്ള ഒരു കൊച്ചു നമുക്കിപ്പോ ആവശ്യമാ. ഇത്രയൊക്കെ വിവരിക്കുന്നുണ്ടല്ലോ, എന്റെ ഈ പനി ഒന്ന് മാറ്റി തന്നെ നോക്കാം. എന്താടി, ഞാനെന്താടി കൊമ്പൻ ഡോക്ടർ MBBS എന്ന് ബോർഡ് വല്ലതും വെച്ചിട്ടുണ്ടോ ഇവിടെ? ഞാൻ ആടിനെ വെട്ടുന്നവനാടി, എനിക്കെങ്ങനെ പനിമാറ്റാൻ കഴിയും? പറ്റില്ലല്ലോ അല്ലേ? എന്നാ കൂടുതൽ പറയാതെ സ്ഥലം കയ്യിലാക്കാൻ നോക്ക്. എപ്പം നോക്കിയാലും എന്റെ അച്ഛനെ ആവശ്യമില്ലാത്തത് ശരി ശരി. ഇപ്പൊ എന്താ, നിന്റെ പനി മാറ്റണം അല്ലേ? ദാ എന്നെ തന്നെ നോക്ക്, എന്റെ കണ്ണിലേക്ക് മാത്രം നോക്ക്. ഇവരുടെ പേരിൽ ഈ കൊലക്കേസല്ലാതെ മറ്റു ചില കൊലക്കേസുകളുമുണ്ട്. അതുകൊണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കണമെന്ന് ഈ കോടതി ഉത്തരവിടുന്നു. ഈ നാട്ടിലെ നാട്ടുകാരെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വൈകുന്നേരം കൃത്യം 3 മണിക്ക് ഗ്രാമസഭ കൂടുന്നത് തീരുമാനിച്ചതിനാൽ അതിരങ്കാവിലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇവിടെ വന്നു ചേരണമെന്ന് താഴ്മയോടെ ഈ നാടിന്റെ നന്മയ്ക്കായി അപേക്ഷിക്കുന്നു 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 അപേക്ഷിച്ചുകൊള്ളുന്നു. എന്താ അളിയ ആലോചിക്കുന്നേ? അളിയൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. യോഗത്തിന് നമ്മൾ പോകുന്നു, അളിയൻ തന്നെ ആയിരിക്കും നേതാവും. അതല്ല അളിയ, അമ്മാവനും കൂടെ ഉണ്ടായിരുന്ന നന്നായിരുന്നേനെ. ഇത് കേട്ടോ അളിയ, ചേട്ടന്മാർക്ക് ജാമ്യം കിട്ടാത്തതുകൊണ്ട് അച്ഛൻ സങ്കടത്തിലാണ്. അച്ഛൻ എന്തിനാന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അവന്മാരെന്താ ചെയ്യുന്നതെന്ന് നോക്കാന്നേ.
ഈ കൊമ്പനെ കുറിച്ച് ഓർക്കുമ്പോഴാ മനസ്സിനൊരു പേടി. അവനെന്തിനാ നിങ്ങൾ ഓർക്കുന്നേ? ഈ യോഗത്തിന് അവൻ വരാതെ ഞങ്ങൾ നോക്കിക്കോളാം, അല്ലടാ? മുത്തുമണി, മൊത്തം 200 തോല്, 5 ആട്ടുംകുട്ടിയുണ്ട്. എടാ ലോഡ് ഇറക്കുന്നത് നിർത്താനാ പറഞ്ഞത്. എടാ ഇതൊക്കെ ഞങ്ങളുടെ പണിയാണ്, നിനക്കൊക്കെ അറിഞ്ഞുകൂടെ? അല്ല, ഇത്രയും കാലമായിട്ട് ഞങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ഇന്ന് പുതിയ റൂൾസ് ഒക്കെ പറയുന്നത്? ഒന്നും പറയണ്ട, ഇറക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ പറ്റില്ല. ശരി, അടുത്ത പ്രാവശ്യം നിങ്ങൾ തന്നെ ഇറക്കിക്കോ. ഈ പ്രാവശ്യം ഒന്ന് വിട്ടേക്ക്. ഇറക്കുന്നെങ്കിൽ നീയൊക്കെ ഇറക്കിക്കോ, പക്ഷെ കൂലി ഞങ്ങൾക്ക് തരണം. ഇല്ലെങ്കിൽ ഒന്നും ഇവിടുന്ന് തിരിച്ചു പോകത്തില്ല. എന്താ പറഞ്ഞേ? അതേടാ, കാരണം അടിച്ചു പൊട്ടിക്കൂടാ. എന്നാ പൊട്ടിക്കട കാണട്ടെ. കാരണത്തല്ലടാ, നിന്റെ നെഞ്ചിന്റെ എവിടെ നിന്റെ ഭർത്താവ്? നിന്റെ ഭർത്താവ് പോകുന്നവനും വരുന്നവനൊക്കെ പിടിച്ച് തല്ലുവാണല്ലോ. അത് കണ്ട് പോലീസ് കൈ കട്ടി നിൽക്കുന്നു വിചാരിച്ചോ? ദാ ഇങ്ങോട്ട് നോക്ക്. ഇനി പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും അടിച്ചെന്നോ ഇടിച്ചെന്നോ വന്ന് കംപ്ലൈന്റ് വന്നാലുണ്ടല്ലോ, കൊന്നു കളഞ്ഞ് പോയി കളയും ഞങ്ങള്. എടോ, നിന്റെ മരുമകനോട് പറഞ്ഞേക്കേ, അല്ലെങ്കിൽ നിന്റെ മകള് താലി അയച്ചു വെക്കേണ്ടി വരും. എന്ത് പണ്ടാരടങ്ങാനാണോ? നീ വന്നാലെങ്കിലും അവന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുന്ന കരുതി. പിന്നെ അടിയും വെട്ടും കുത്തുമായിട്ട് നടക്കുക അവൻ. ഇനി ആര് പറഞ്ഞാലും അവൻ കേൾക്കുക. നീയല്ലേ മോളെ ചോദിക്കേണ്ടത്? അതിന് അവകാശമുണ്ടല്ലോ. അവൻ വരുന്നുണ്ട്. എന്താ ശബ്ദം റോഡ് വരെ കേൾക്കാലോ? അതേടാ, നിന്റെ ശബ്ദം അങ്ങ് സ്റ്റേഷൻ വരെ കേക്കാം. നിങ്ങളുടെ വാ എപ്പോഴാ നിന്റെ അടങ്ങിയിരിക്കുന്നത്? കൈ എന്ന് കെട്ടി വെക്കൂ, അന്നേ എന്റെ സംസാരം നിർത്തൂ. നിങ്ങളോട് മനുഷ്യന്മാർ സംസാരിക്കൂ, എന്റെ വായിരിക്കുന്ന കേൾക്കരുത്, മിണ്ടായിരിക്കും. ചോദിക്കാൻ പറഞ്ഞില്ലേ? ചോദിക്കും മോളെ. ചന്തയിൽ എന്താ പ്രശ്നം? കേട്ടോ പാർവതി, ചന്തയിലും കവലയിലും ഒക്കെ ആയിട്ട് എനിക്ക് പ്രശ്നങ്ങൾ 1000-ലധികം കാണും. അതൊന്നും നീ വീട്ടിൽ ചോദിക്കാൻ പാടില്ല. അങ്ങനെ വെളിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വീടിനകത്ത് ചോദിച്ചാൽ പിന്നെ വീട്ടിൽ നടക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ വെളിയിലെറിയും. അത് നിനക്കും നല്ലതല്ല, എനിക്കും നല്ലതല്ല. നിനക്കിഷ്ടമുള്ളതൊക്കെ ചോദിക്കേ, എൻ്റെ ജീവൻ പോയാലും ഞാൻ വാങ്ങിച്ചു തരില്ലേ. അതല്ലാതെ എനിക്കിഷ്ടപ്പെടാത്ത വിഷയങ്ങൾ നീയല്ല വേറെ ആര് ചോദിച്ചാലും ഉള്ള അന്തസ്സും പോകും, പിന്നെ അഭിമാനവും പോകും. ഇവനെ എങ്ങനെയൊന്ന് നേരെയാക്കുക? എടാ കൊമ്പ, ലേലത്തിന് സമയമായില്ലേ? ഞാൻ വരിക.